ഹലോ. നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു പാസ്തയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് കഴിക്കാൻ ഭയങ്കര മടിയല്ലേ? പക്ഷേ പാസ്ത കഴിക്കാൻ മടിയുള്ള കുട്ടികളൊന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. കുക്കറിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ സവാള, ഒരു ക്യാരറ്റ്, കുറച്ച് ബീൻസ്, ഒരു തക്കാളി, കുറച്ച് ചീരയില, കുറച്ച് കാഷ്യൂനട്ടും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് വഴറ്റാം. ചീരയില ഏത് ചീര വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ വേവിക്കുക. ഇത് ചൂടാറിയ ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരയ്ക്കണ സമയത്ത് വേണമെങ്കിൽ കുറച്ച് പനീറോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇനി കുറച്ച് പാസ്ത എടുത്തിട്ട് വേവിച്ച് വയ്ക്കുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് ചൂടാക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു അര കപ്പ് പാല് കുറേശ്ശെയായിട്ട് കട്ട കെട്ടാതെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വറ്റൽമുളക് ചതച്ചതും കുരുമുളക് പൊടിയും കൂടെയാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ച വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. അത് ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് ഡ്രൈ ആക്കാതെ ഇങ്ങനെ കുറച്ച് ക്രീമി ആയിട്ട് എടുക്കുന്നതാണ് കഴിക്കാൻ ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയിലയും കൂടെ വിതറാം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാസ്ത. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്